भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി സ്വീകൃതോസി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ. ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 633 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ഭഗവാന്റെ അനൽപമായ കാരുണ്യം കൊണ്ട് ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം 58 അധ്യായത്തിലെ 13 ശ്ലോകം മുതൽ 12 ശ്ലോകങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം അനുസ്മരിച്ചത്. ഇവിടെ കാളിന്തിയെ ഭഗവാൻ വിവാഹം ചെയ്യുന്നതായിട്ടുള്ള രംഗത്തിലേക്ക് എത്തുകയാണ്. ഇവിടെ ഏകദാ രഥമാരുഹ്യ വിജയോ വാനരധ്വജം ഗാണ്ഡീവം ധനുരാദായ തൂണൗ ചാക്ഷയസായകൗ സാഗം കൃഷ്ണേന സന്നദ്ധോ വിഹർത്തും വിപിനം വനം ബഹുവ്യാളമൃഗാകീർണം പ്രാവിശൽ പരവീരഃ. അർജുനനും ഭഗവാനും കൂടി ഒരു നായാട്ടിന് പോയ രംഗം വർണ്ണിക്കുകയാണ്. ഏകദാ പരവീരഃ വിജയഃ. ഒരിക്കൽ ശത്രു വീരന്മാരെ നിഗ്രഹിക്കുന്ന അല്ലെങ്കിൽ തോൽപ്പിക്കുന്ന വിജയൻ അർജുനൻ വാനരധ്വജം, വാനരൻ്റെ അടയാളത്തോടു കൂടിയുള്ള കൊടി ഉള്ള തേരിനെ ആരുഹ്യ, തേരിലേക്ക് കയറിയിട്ട് ഗാണ്ഡീവം ധനു, ഗാണ്ഡീവം എന്ന ആ വില്ലിനെയും അക്ഷയസായകവും ക്ഷയിക്കാത്ത അമ്പുകളോടുകൂടിയ തൂണവും 2 ആവനാഴികളെയും എടുത്തിട്ട് ആദവും സന്നദ്ധ കവചങ്ങളൊക്കെ അണിഞ്ഞ് കൃഷ്ണേന സാഗം ശ്രീകൃഷ്ണനോട് കൂടി വിഹർത്തും ബഹുവ്യാളമൃഗാകീർണം വിഹരിക്കാനായിട്ട് പലതരത്തിലുള്ള വ്യാളം തുടങ്ങിയ മൃഗങ്ങൾ നിറഞ്ഞ വിപിനം ഘോരമായ വനം. വിപിനം വനം എന്ന് വെച്ചാൽ ഘോരമായ കാടിനെ പ്രാവിശൽ പ്രവേശിച്ചു, കാട്ടിലേക്ക് പോവുകയാണ്. ഗാണ്ഡവം ദഹിപ്പിച്ചു. ഗാണ്ഡവദാഹം എന്നുള്ള ആ മനോഹരമായ ലീലയ്ക്ക് ശേഷം ശത്രുസംഘങ്ങളിലെ വീരന്മാരെ തോൽപ്പിക്കുന്ന അല്ലെങ്കിൽ മഹാവീരപരാക്രമിയായിരിക്കുന്ന അർജുനൻ തൻ്റെ ഗാണ്ഡീവവും
അതേപോലെ തന്നെ അമ്പൊടുങ്ങാത്ത അവനാഴികളും എടുത്തിട്ട് വളരെ ഗംഭീരമായിട്ടുള്ള കവചം ധരിച്ച് ഹനുമാന്റെ ആ അടയാളത്തോടു കൂടിയിട്ടുള്ള കൊടിക്കൂറയുള്ള രഥത്തിലേക്ക് ശ്രീകൃഷ്ണനോടുകൂടി കയറി എന്നാണ്. നായാട്ടിന് ഉചിതമായിട്ടുള്ള വേഷങ്ങളാണ്. മൃഗങ്ങൾ നിറഞ്ഞ അതിഘോരമായ വനം. മൃഗങ്ങളുണ്ടെങ്കിലേ നായാട്ട് രസം ഉണ്ടാവുള്ളൂ. അപ്പം നിറയെ മൃഗങ്ങളുള്ള ആ വനത്തിലേക്ക്, വ്യാളം എന്ന് പറയുന്നത് പുലിയേക്കാൾ ഭയങ്കരമായ ഒരു കാട്ടുമൃഗമാണത്രേ. അങ്ങനെയുള്ള അത്രയും ഭീകരമായിരിക്കുന്ന ഘോരമായ കാട്ടിലേക്ക് അവർ രണ്ടുപേരും പോവുകയാണ്. തത്രാവിദ്യക്ഷരൈർവ്യാഘ്രാൻ സൂകരാൻ മഹിഷാൻ രുരുൻ ശരഭാൻ ഗവയാൻ ഖഡ്ഗാൻ ഹരിണാക്ഷശല്ലകാൻ. അവിടെയുള്ള മൃഗങ്ങൾ, അവിടെ ശരൈ ബാണങ്ങൾ കൊണ്ട്, വ്യാഘ്രാൻ പുലികൾ, സൂകരാൻ പന്നികൾ, മഹിഷാൻ കാട്ടുപോത്ത്, രുരൂൻ ഒരു തരത്തിലുള്ള മാനുകൾ, ശരഭാൻ എട്ടടിമാനുകൾ, അതേപോലെ ഗവയാൻ മറ്റൊരു തരത്തിലുള്ള മാനുകൾ, ഖഡ്ഗാൻ വ്യാളങ്ങൾ എന്നു പേരുള്ള മൃഗങ്ങൾ, ഹരിണാൻ സാധാരണ മാനുകൾ, ശശശല്ലകാൻ മുയിലുകൾ, മുള്ളംപന്നികൾ. അവിടെ അതിനകത്തേക്ക് കയറി ഇതിനെയൊക്കെ കൊന്നു, ചിലതിനെയൊക്കെ പിടികൂടി. ഇതാണ് നായാട്ടിൻ്റെ ഒരു രീതി. അതിദുഷ്ടന്മാരായിട്ടുള്ള മൃഗങ്ങളെ കൊല്ലുകയും അതേപോലെ തന്നെ മാൻ, മുയൽ തുടങ്ങിയ മൃഗങ്ങളെ ബാണങ്ങൾ കൊണ്ട് ഇതിനെ പിടിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുക. താൻ നിന്യു കിങ്കരാരാജ്ഞേമേധ്യാൻ പർവണ്യുപാഗതേ തൃട്പരീത പരിശ്രാന്തോ ബീഭത്സുർ യമുനാമഗാൽ. ഇവിടെ ഉപാഗതേ പർവ്വത്തിൽ, ഇനി വരാനിരിക്കുന്ന പർവ്വത്തിൽ, പർവണി മേധ്യാൻ താൻ പരിശുദ്ധങ്ങളായ അവയെ യജിക്കാൻ, ആ ഹോമങ്ങളിൽ അല്ലെങ്കിൽ യാഗങ്ങളിലൊക്കെ ഹോമിക്കാൻ വേണ്ടി അടുത്ത് വരുന്ന വാവിൻ്റെ അന്ന് രാജ്ഞിയെ, രാജാവിനെ കൊണ്ട് കിങ്കര നിന്നു, ഭൃത്യന്മാരുടെ കയ്യിൽ അതിനെയൊക്കെ കൊടുത്ത് അതിനെ എടുത്തുകൊണ്ടുപോയി നേരെ ധർമ്മപുത്ര മഹാരാജാവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ബീഭത്സു അർജുനൻ തൃട്പരീത അല്ലാത്ത ദാഹം കൊണ്ട് പരിശ്രാന്ത തളർന്നുപോയി യമുന അഗാൽ യമുനയിലേക്ക് എത്തിച്ചേർന്നു എന്നാണ്. നോക്കൂ, യുധിഷ്ഠിരന് ഭൃത്യജനങ്ങൾ ഇതിനെയൊക്കെ കൊണ്ടുപോയി കൊടുത്തു. എന്തിനാണ് ഈ നായാട്ട്? അന്യരെ ഹിംസിക്കുന്ന വ്യാഘ്രാദികളെ ലോകസംരക്ഷണാർത്ഥം കൊല്ലുക. ഇങ്ങനെ നായാട്ട് ചെയ്തപ്പോൾ വല്ലാത്ത ദാഹം ഉണ്ടായി. ദാഹം തീർക്കാനായി യമുനാ നദിയുടെ അടുത്തേക്ക് അവർ എത്തിച്ചേർന്നു. തത്രോപസ്പൃശ്യ വിശദം പീത്വാ വാരി മഹാരഥൗ കൃഷ്ണൗ ദദൃശതു കന്യാം ചരന്തിം ചാരുദർശനാം. തത്ര ഉപസ്പൃശ്യ, അവിടെ ആ യമുനയിലേക്ക് എത്തി, അത് സ്പർശിച്ചു. കയ്യും കാലുമൊക്കെ കഴുകി, മുഖമൊക്കെ കഴുകി, ക്ഷീണം തീർത്തു. മഹാരഥവും മഹാരഥന്മാരായ കൃഷ്ണവും, രണ്ട് കൃഷ്ണന്മാര്, കൃഷ്ണനും അർജുനനും, വിശദം വാരി വളരെ നിർമ്മലമായിരിക്കുന്ന ആ വെള്ളം, യമുനയിലെ വെള്ളം, ആ വെള്ളം കുടിച്ചിട്ട് ചാരുദർശനാം ചരന്തിം കന്യാം ദദൃശതു, അതിസുന്ദരിയായ മനോഹരമായ ദർശനത്തോടുകൂടി അവൾ, ചാരുദർശനാം ചരന്തിം സഞ്ചരിക്കുന്ന കന്യകയെ അവര് കണ്ടു. കാളിന്തിയിലെ കയ്യൊക്കെ കാലൊക്കെ കഴുകി ജലം കുടിച്ച് വിശ്രമിക്കുന്ന സമയത്ത് ശ്രീകൃഷ്ണനും അർജുനനും അതിസുന്ദരിയായ ഒരു സ്ത്രീയെ കണ്ടു. അവളുടെ കാഴ്ച ഇരുവരുടെയും മനസ്സിനെ അപഹരിച്ചു എന്ന് വേണം പറയാൻ. ചാരുദർശനാം താമാസാദ്യവരാരോഹാം സുദ്വിജാം രുചിരാനനാം പപ്രച്ഛ പ്രേഷിത സഖ്യ ഫാൽഗുന പ്രമദോത്തമാം. സുദ്വിജാം നല്ല പല്ലുകളോട് കൂടിയ, രുചിരാനനാം ഏറ്റവും ഭംഗിയുള്ള മുഖത്തോടു കൂടിയ, താം വരാരോഹാം ആ സുന്ദരിയെ, ആസാദ്യ സുന്ദരിയുടെ അടുത്തെത്തിയിട്ട്, സഖ്യ സഖാവായ ശ്രീകൃഷ്ണനാൽ പ്രേരിപ്പിക്കപ്പെട്ട്, ഫാൽഗുനഃ ഫാൽഗുനൻ ഇവിടെ
പ്രമദോത്തമാം പപ്രച്ഛ. അതിസുന്ദരിയായ ആ പെൺകുട്ടിയോട് അർജുനൻ ചോദിക്കുകയാണ്, നീ ആരാണ്? കാത്വം കസ്യാസി ശുശ്രോണി കുതോസി കിം ചികീർഷസി മന്യേ ത്വാം പതിമിച്ഛന്തിം സർവം കഥയ ശോഭനേ. ശുശ്രോണി, സുന്ദരി. ത്വം ക, നീ ആരാണ്? കസ്യാസി, ആരുടെ പുത്രിയാണ്? കുത അസി, എവിടെ നിന്ന് വരുന്നു? കിം ചികീർഷസി, എന്താണ് ആഗ്രഹിക്കുന്നത്? ത്വാം, നിന്നെ, പതിം ഇച്ഛന്തി മന്യേ, നീ ഇപ്പോൾ ഒരു ഭർത്താവിനെ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവളാണ് എന്ന് ഞാൻ കരുതുന്നു. ശോഭനെ സർവം കഥയ, ഹേ സുന്ദരി, നീ എല്ലാ കാര്യങ്ങളും എന്നോട് പറയൂ എന്ന് പറയുകയാണ്. നീ മനുഷ്യ സ്ത്രീയാണോ ദേവസ്ത്രീയാണോ? ഏത് വർഗത്തിൽപ്പെട്ടതാണ്? നിന്റെ അച്ഛനാരാണ്? നീ എവിടെ നിന്ന് വരുന്നു? നിന്റെ ഉദ്ദേശം എന്താണ്? നീ അനൂഢയും ഭർത്താവിനെ അന്വേഷിക്കുന്നവളുമാണ്. അനൂഢ എന്ന് പറഞ്ഞാൽ വിവാഹം കഴിക്കാത്തവള്. അപ്പോൾ നിന്റെ ആഗ്രഹം അതാണ്, ഭർത്താവിനെ കിട്ടാനാണ് നിന്റെ ആഗ്രഹം എന്ന് ഞാൻ വിചാരിക്കുന്നു. അതാണെങ്കിൽ പറയൂ, എല്ലാ കാര്യങ്ങളും, സർവം കഥയ, എല്ലാ കാര്യങ്ങളും പറയൂ എന്ന് അർജുനൻ ആ പെൺകുട്ടിയോട് പറയുന്നു. ഇത് കേട്ടപ്പോൾ കാളിന്ത്യുവാച, കാളിന്തി എന്ന ആ പെൺകുട്ടി പറയാണ്, അഹം ദേവസ്യ സവിതുർ ദുഹിതാ പതിമിച്ഛതി വിഷ്ണും വരേണ്യം വരദം തപ പരമമാസ്ഥിത. ദേവസ്യ സവിതു ദുഹിത അഹം, ഞാൻ ആരാണ്? ദേവനായ സൂര്യൻ്റെ മകളാണ്. വരേണ്യം, ശ്രേഷ്ഠനായ, വരദം, വരത്തെ നൽകുന്ന വിഷ്ണുവിനെ ഭർത്താവായിട്ട് ആഗ്രഹിക്കണു. പരമം തപ ആസ്ഥിത, അതിനുവേണ്ടി വളരെ ശ്രേഷ്ഠമായിട്ടുള്ള തപസ് അനുഷ്ഠിക്കുന്നവളാണ് ഞാൻ. എൻ്റെ മനസ്സിലെ ആഗ്രഹം ഒരു ഭർത്താവ് വേണമെന്നാണ്. ആരെങ്കിലും ഒരാൾ ഭർത്താവായ പോരാ, വിഷ്ണുവിനെ ഭർത്താവായിട്ട് കിട്ടണമെന്ന് വിചാരിക്കുന്ന സൂര്യപുത്രിയാണ് ഞാൻ എന്ന് പറയുന്നു. എൻ്റെ പേര് കാളിന്തി എന്നാണ്. സൂര്യൻ്റെ പുത്രിയായ ഞാൻ ഭഗവത് സ്വരൂപമായിരിക്കുന്ന വിഷ്ണുവിനെ ഭർത്താവായി കിട്ടാൻ ആഗ്രഹിക്കുന്നു. തപസ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. നാന്യം പതിം വൃണേ വീര തമൃതേ ശ്രീനികേതനം തുഷ്യതാം മേ സ ഭഗവാൻ മുകുന്ദോ അനാഥ സംശ്രയാം. വീര, ഹേ വീരനായിരിക്കുന്നവനെ, അങ്ങയെ കണ്ടപ്പോൾ തന്നെ അങ്ങ് മഹാവീരനാണെന്ന് മനസ്സിലായി. ശ്രീനികേതനം, ലക്ഷ്മിയുടെ വാസസ്ഥാനമായ തം ഋതേ, അവനെ അല്ലാതെ അന്യം പതിം വൃണേ, ഒരിക്കലും മറ്റൊരാളെ ഞാൻ വിവാഹം കഴിക്കുകയില്ല. അനാഥ സംശ്രയ, അനാഥർക്ക് ആശ്രയമായിരിക്കുന്ന മുകുന്ദ, മുക്തിം ദദാതി ഇതി മുകുന്ദ, ആ മുകുന്ദനെ, ആ ഭഗവാനെ, സ ഭഗവാൻ മേ തുഷ്യത, ആ ഭഗവാൻ എന്നിൽ സന്തോഷിക്കണം. ആ ഭഗവാനെയാണ് ഞാൻ വിവാഹം കഴിക്കുള്ളൂ, മറ്റാരെയും ഞാൻ വിവാഹം കഴിക്കില്ല. പുരുഷോത്തമൻ എന്നിൽ പ്രസാദിക്കണം, എന്നെ അനുഗ്രഹിക്കണം. യമുനയ്ക്ക് രണ്ട് രൂപം, സാക്ഷാൽ രൂപം ഭഗവാന്റെ ഭാര്യ, ആഭാസരൂപേണ സമുദ്രത്തിൻ്റെ ഭാര്യ. അങ്ങനെയാണ് കാളിന്തി എന്ന നദി സമുദ്രത്തിൻ്റെ ഭാര്യയായിട്ടാണ് സങ്കല്പം ചെയ്യുക. കാളിന്തി എന്ന സൂര്യപുത്രി ഭഗവാന്റെ ഭാര്യയുമാണ്. കാളിന്ദീതി സമാഖ്യാത വസാമി യമുനാ ജലേ നിർമ്മിതേ ഭവനേ പിത്ര യാവദച്യുത ദർശനം. കാളിന്തി ഇതി സമാഖ്യാത, കാളിന്തി എന്ന് പേരോടുകൂടിയ അഹം, ഞാൻ, യമുനാജലേ പിത്ര നിർമ്മിതേ, യമുനയുടെ ഉള്ളിൽ എൻ്റെ അച്ഛനാൽ നിർമ്മിക്കപ്പെട്ട ഭവനെ, ഗൃഹത്തിൽ, യാവത് അച്യുത ദർശനം വസാമി, അച്യുതനുമായിട്ടുള്ള ദർശനം, ആ ഭഗവാനെ കിട്ടുന്നത് വരെ അവിടെ ഇരുന്ന് ഭഗവത് ഭജനം ചെയ്യുക, ഭഗവാനെ തപസ് ചെയ്യുക. ഇതാണ് എൻ്റെ താല്പര്യം എന്ന് പറയുകയാണ്. തൻ്റെ ആ ജാതി ദേവസ്ത്രീയാണ് എന്നുള്ളത് പറഞ്ഞു, അച്ഛൻ്റെ പേര് പറഞ്ഞു, പിന്നെ തൻ്റെ പേര് കാളിന്തി എന്നാണ്. യമുനാജലത്തിൽ എൻ്റെ അച്ഛൻ നിർമ്മിച്ച വിശേഷമായിട്ടുള്ള താമസ സ്ഥലത്താണ് ഞാൻ ഇപ്പോൾ താമസിക്കുന്നത്. ഭഗവാന്റെ ദർശനം കിട്ടുന്നത് വരെ
ഇവിടെ. ഇതാണ് എൻ്റെ ഉദ്ദേശം. യഥാവതൽ ഗുഡാകാശോ വാസുദേവായ സോപി താം രഥമാരോപ്യ തദ്വിദ്വാൻ ധർമ്മരാജമുപാഗമൽ. ഗുഡാകേശ അർജുനൻ വാസുദേവായ തഥാ അവതത്, എന്താണോ കാളിന്തി പറഞ്ഞത് അത് തന്നെ ഭഗവാന്റെ അടുത്ത് പോയി അർജുനൻ അതേപോലെ അവതരിപ്പിച്ചു. തദ്വിദ്വാൻ, അത് അറിഞ്ഞ സ അപി, അവനും, ആ ഭഗവാൻ, രഥം ആരോപ്യ ധർമ്മരാജം ഉപാഗമൽ, ഈ കാളിന്തിയെ തൻ്റെ രഥത്തിൽ കയറ്റി ധർമ്മരാജാവിൻ്റെ, ധർമ്മപുത്രരുടെ അടുത്തേക്ക് എത്തിച്ചേർന്നു. യദൈവ കൃഷ്ണസന്ദിഷ്ട പാർത്ഥാനാം പരമാത്ഭുതം കാരയാമാസ നഗരം വിചിത്രം വിശ്വകർമ്മണ. യഥായേവ, എപ്പോഴാണോ ശ്രീകൃഷ്ണൻ സന്ദിഷ്ട തഥാ ഏവ, സന്ദേശിക്കപ്പെട്ടത്, അപ്പം തന്നെ പാർത്ഥാനാം, പാർത്ഥന്മാർക്ക്, പാണ്ഡവർക്ക്, വിശ്വകർമ്മണ പരമാത്ഭുതം വിചിത്രം നഗരം കാരയാമാസ, വിശ്വകർമാവിനെ കൊണ്ട് ഏറ്റവും ആശ്ചര്യം നിറഞ്ഞ, ഏറ്റവും ധന്യമായിരിക്കുന്ന, മനോഹരമായിരിക്കുന്ന പലതരത്തിലുള്ള ശാലകളോടുകൂടി വിചിത്രമായ നഗരത്തെ നിർമ്മിച്ചു എന്ന് പറയുന്നു. അങ്ങനെ കാളിന്തിയെ ഭഗവാൻ വിവാഹം ചെയ്തതായിട്ടുള്ള, അല്ലെങ്കിൽ സ്വന്തമാക്കിയത് പറഞ്ഞു. അതിനുശേഷം ഭഗവാനാടിയ മറ്റ് ലീലകൾ പറയുകയാണ്. ഭഗവാൻ ഇന്ദ്രപ്രസ്ഥത്തിൽ വന്നു. ധർമ്മപുത്രാദികൾ പറഞ്ഞു ഞങ്ങൾക്ക് താമസിക്കാനൊരു സ്ഥലമില്ല എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ ദേവശില്പിയായ വിശ്വകർമാവിനെ കൊണ്ട് അതിമനോഹരമായിരിക്കുന്നൊരു കൊട്ടാര സമുച്ചയം ഉണ്ടാക്കി കൊടുത്തു, ഒരു നഗരം ഉണ്ടാക്കി കൊടുത്തു എന്നാണ്. രാജാക്കന്മാരുടെ വാസത്തിന് യോജിച്ച സ്ഥലങ്ങൾ, അന്തഃപുരം, സംഗീതശാല, ആനപ്പന്തി, കുതിരപ്പന്തി, അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളുമുള്ള മനോഹരമായ ഒരു രാജധാനി, ഒരു പട്ടണം വിശ്വകർമാവിനെ കൊണ്ട് ധർമ്മപുത്രാദികൾക്ക് വേണ്ടി ഭഗവാൻ നിർമ്മിച്ചു. ഇപ്പോൾ ഗാണ്ഡവം ദഹിപ്പിച്ചു, സഭ നടത്തി, നായാട്ടിന് പോയി, കാളിന്തിയെ തൻ്റെ സ്വന്തമാക്കി. ഇങ്ങനെ ഭഗവാൻ ഭക്തന്മാർക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി. ഏറ്റവും ഒടുവിൽ ധർമ്മപുത്രർക്ക് വളരെ വിശേഷമായിട്ടുള്ള കൊട്ടാരം നിർമ്മിച്ചു കൊടുത്തു. ഭഗവാൻ തത്ര നിവസൻ സ്വാനാം പ്രിയചികീർഷയാ അഗ്നയേ ഗാണ്ഡവം ദാതുമർജുനസ്യാസസാരഥി. ഇത് പറഞ്ഞു ഒരിക്കൽ കൂടി. സ്വാനാം പ്രിയചികീർഷയ, തൻ്റെ ആളുകൾക്ക്, സ്വജനങ്ങളുടെ, ഭക്തജനങ്ങളുടെ ആഗ്രഹത്തെ, അവരുടെ ഇഷ്ടത്തെ സാധിപ്പിക്കാനുള്ള ആഗ്രഹം കൊണ്ട് തത്ര ഭഗവാൻ, അവിടെ ശ്രീകൃഷ്ണൻ, നിവസൻ, അവിടെ താമസിച്ച്, അഗ്നയെ ഗാണ്ഡവം ദാതും അർജുനസ്യ സാരഥിം ആസ, ഭഗവാൻ അഗ്നിക്ക് ഗാണ്ഡവ വനത്തെ കൊടുക്കാൻ കഴിയുന്ന ആ അർജുനൻ്റെ സാരഥിയായിട്ട് ഭഗവാൻ മാറി. ഇന്ദ്രന്റെ വനമായ ഗാണ്ഡവത്തെ ദഹിപ്പിക്കാൻ അഗ്നിക്ക് സമ്മതം കൊടുത്തപ്പോൾ യുദ്ധമുണ്ടായി. ആ യുദ്ധത്തിൽ അർജുനന്റെ സാരഥിയായി, പാർത്ഥസാരഥിയായി ഭഗവാൻ മാറി. അഹം ഭക്തപരാധീന, ഭക്തന്മാർക്ക് വശംവദനാണ്, ഭക്തദാസനാണ് താൻ എന്ന് കാണിക്കുകയാണ്. അർജുനന്റെ രഥത്തിൻ്റെ സാരഥിയായി മാറി ഭഗവാൻ. സോഗ്നിസ്തുഷ്ടോ ധനുരദാധയാൻ ശ്വേതാൻ രഥം നൃപ അർജുനായാക്ഷയൗ തൂണൗ വർമ്മ ചാഭേദ്യമസ്ത്രിഭി. തുഷ്ട സ അഗ്നി, സന്തോഷിച്ച അഗ്നി പരീക്ഷിത്തെ ശ്വേതാൻ ഹയാൻ, വെളുത്ത നിറത്തിലുള്ള കുതിരകളെയും, രഥം തേരിനെയും, ധനു വില്ലിനെയും, അക്ഷയൗ തൂണൗ ക്ഷയിക്കാത്ത അമ്പൊടുങ്ങാത്ത ആവനാഴികളും, അസ്ത്രഭി അസ്ത്രം ധരിച്ചവരാൽ, അഭേദ്യം വർമ്മ ച ആയുധമെടുത്ത ആളുകളെ മുറിക്കാൻ സാധിക്കാത്ത വിശേഷമായ കവചത്തെയും, വർമ്മ ച അർജുനായ അദാത് അർജുനനായി കൊടുത്തു എന്നാണ്. ഗാണ്ഡവം എണ്ണ പോലെ ദഹിപ്പിച്ചപ്പോൾ സന്തോഷിച്ച അഗ്നിദേവൻ അർജുനന് വില്ല്, അമ്പൊടുങ്ങാത്ത ആവനാഴി, അമ്പ്, കവചം,
രഥം, കുതിര ഇതിനെയൊക്കെ കൊടുത്തു. ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന പാർത്ഥസൂതനായി, പാർത്ഥസാരഥിയായി ഭഗവാനും മാറി എന്നാണ്. മയശ്ച മോചിതോ വഹ്നേ സഭാം സഖ്യ ഉപാഹരൽ യസ്മിൻ ദുര്യോധനസ്യാസീൽ ജലസ്ഥലദൃശി ഭ്രമ. പിന്നെ വഹ്നേ അഗ്നിയിൽ നിന്ന് മയഃ മോചിതഃ ച മയൻ മോചിപ്പിക്കപ്പെട്ടപ്പോൾ അതുകൊണ്ട് ദുര്യോധനസ്യ സ്ഥലജല ദൃശിഭ്രമ ജലത്തിൽ സ്ഥലമെന്നും സ്ഥലത്തിൽ ജലമെന്നും തോന്നുന്ന ഭ്രമം ദുര്യോധനനുണ്ടായ സഭാം ആ സഭയെ സഖിയെ ഉപാഹരൽ തൻ്റെ കൂട്ടുകാരനായി അർജുനനായിക്കൊണ്ട് മയൻ നിർമ്മിച്ചു കൊടുത്തു എന്നാണ്. കാരണം ഗാണ്ഡവം ദഹിക്കുന്ന സമയത്ത് അതിനുള്ളിൽ അകപ്പെട്ട മയനെ രക്ഷിച്ചു, മോചിപ്പിച്ചു. അതുകൊണ്ടാണ് മയനെ കൊണ്ട് സഖാവായ അർജുനന് സഭാമണ്ഡപം ഭഗവാൻ നിർമ്മിച്ചു കൊടുത്തത്. ദുര്യോധന സ്ഥലജല വിഭ്രാന്തി ഉണ്ടായ മനോഹരമായ ആ സഭാ പ്രദേശം എന്ന് പറയുന്നു. ദേവശില്പിയായ വിശ്വകർമാവിനെ കൊണ്ട് ഇന്ദ്രപ്രസ്ഥവും അസുരശില്പിയായ മയനെ കൊണ്ട് സഭാമണ്ഡപവും ഭഗവാൻ നിർമ്മിച്ചു കൊടുത്തു. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്നാണ്. സതേന സമനുജ്ഞാത സുഹൃദ്ഭിശ്ചാനുമോദിത ആയയോ ദ്വാരകാം ഭൂയ സാത്യകി പ്രമുഖേർവൃത. തേന ഇങ്ങനെ ഭഗവാനാൽ സമനുജ്ഞാത അനുജ്ഞ നൽകപ്പെട്ടവരും സുഹൃദ്ഭീച സുഹൃത്തുക്കളും അനുമോദിത അനുമോദിക്കപ്പെട്ടവനും സാത്വികി പ്രമുഖേ സാത്വികി മുതലായവരാൽ ചുറ്റപ്പെട്ടവനുമായ ഭഗവാൻ ശ്രീകൃഷ്ണൻ എല്ലാവരോടും യാത്ര പറഞ്ഞ് സാത്വികി തുടങ്ങിയവരോടുകൂടി ദ്വാരകയിലേക്ക് തിരിച്ചു വന്നു. ദ്വാരകയിൽ വെച്ച് ഭഗവാന്റെ 4ാമത്തെ വിവാഹം നടക്കുന്നു. അധോപയേമേ കാളിന്ദിം സുപുണ്യർത്യക്ഷ ഊർജിതേ വിതന്വൻ പരമാനന്ദം സ്വാനാം പരമമംഗളം. അഥ അനന്തരം ഊർജിതേ സുപുണ്യർത്രക്ഷേ ഏറ്റവും ബലമേറിയ മംഗളകരമായ ഋതുനക്ഷത്രം തുടങ്ങിയ സമയത്ത് ഏറ്റവും ശുഭമായ മുഹൂർത്തത്തിൽ സ്വാനാം പരമമംഗളം പരമാനന്ദം വിതന്വൻ തൻ്റെ ആളുകൾക്ക് പരമമായ മംഗളത്തെയും പരമാനന്ദത്തെയും നൽകുന്ന ഭഗവാൻ കാളിന്ദിം ഉപയേമേ കാളിന്ദിയെ വിവാഹം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നത്. നാളെ ഭഗവാൻ മിത്രവിന്ദയെ വിവാഹം ചെയ്ത രംഗത്തോടുകൂടി നമുക്ക് ആരംഭിക്കാം. കാളിന്ദി വിവാഹം ആണ് നമ്മൾ ഇന്ന് കേട്ടത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരിയോം. ഭാരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം
ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം നിത്യം നൽകും കൈവല്യം. കലിമല മഥനി പാപവിനാശിനി സതതം സേവയെ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷിക വാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച
ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.